അവയവക്കടത്ത് കേസിൽ ഞെട്ടിപ്പിക്കുന്ന പുതിയ വിവരങ്ങൾ വരുന്നു. ഇതുവരെ പുറത്തുവന്നത് മഞ്ഞുമലയുടെ ആഗ്രഹം മാത്രമാണെന്ന് സൂചന. അവയവ മാഫിയ സംഘത്തിലെ പ്രധാന കണ്ണിയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെയാണ് കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. പ്രതി സബിത് നാസർ 3 വർഷത്തിനിടെ 200-ലധികം പേരെ അവയവക്കടത്തിനായി ഇറാനിലെത്തിച്ചതായാണ് വിവരം. കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് കൂടുതൽ മലയാളികളെ അവയവക്കടത്തിനായി ഇറാനിലെത്തിച്ചത്. കൊച്ചിയിൽ നിന്നും ഇതിനുവേണ്ടി ആളുകളെ കടത്തിയിരുന്നു. കേസിൽ കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് തീവ്രവാദ സംഘടനകൾക്കും ഇതിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയത്. തുടർന്ന് കേസ് NIA ഏറ്റെടുക്കാനൊരുങ്ങുകയെന്നാണ് വിവരം. കേസിന് രാജ്യാന്തര ബന്ധമുണ്ടെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് കേസ് NIAക്ക് കൈമാറുന്നത്. NIAയും IBയും കഴിഞ്ഞ ദിവസം പിടിയിലായ പ്രതി സബിത് നാസറിനെ ചോദ്യം ചെയ്തിരുന്നു. കേസിലെ പല പ്രധാന സംഭവങ്ങളും നടന്നിരിക്കുന്നത് സംസ്ഥാന പോലീസിന്റെ അന്വേഷണ പരിധിക്ക് പുറത്താണ്. സംഭവത്തിന് തീവ്രവാദ ബന്ധമുണ്ടോയെന്നും NIA പരിശോധിക്കുകയാണ്. ഇരകളെ കള്ളം പറഞ്ഞും പ്രലോഭിപ്പിച്ചും വിദേശത്തേക്ക് കടത്തി വൃക്കക്കച്ചവടം ചെയ്യുകയായിരുന്നു സംഘം. ഹൈദരാബാദ് കേന്ദ്രീകരിച്ചാണ് അവയവക്കടത്ത് സംഘം പ്രവർത്തിച്ചിരുന്നത്. ഇറാനിലെ ഫരീദി ഖാൻ ആശുപത്രിയിലായിരുന്നു അവയവക്കടത്തിന്റെ കേന്ദ്രമെന്ന് സബിത് മൊഴി നൽകിയിട്ടുണ്ട്. ഒരാളെ എത്തിക്കുമ്പോൾ പ്രതിക്ക് 60 ലക്ഷം രൂപ ലഭിക്കുമായിരുന്നു. ഇതിൽ 10 ലക്ഷം രൂപ അവയവം നൽകിയ ആൾക്ക് നൽകിയിരുന്നു. വ്യാജ പാസ്പോർട്ടും ആധാർ കാർഡും തയ്യാറാക്കിയാണ് പ്രതി ആളുകളെ ഇറാനിലെത്തിച്ചത്. കേരളത്തിൽ വ്യാജ ആധാർ കാർഡുമായി എത്തിയിരുന്ന ചില ഇതര സംസ്ഥാന തൊഴിലാളികളെയും സബിത് ഇറാനിലെത്തിച്ചിരുന്നു. അവയവക്കടത്തിനായി കൊണ്ടുപോയവരിൽ ചിലർ ഇറാനിൽ വെച്ച് മരിച്ചതായും വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. കേന്ദ്ര ഏജൻസികൾ പ്രതിയെ നിരീക്ഷിച്ചു വരികയായിരുന്നു. തുടർന്നാണ് കൊച്ചി നെടുമ്പാശ്ശേരിയിൽ വെച്ച് സബിത്തിനെ അറസ്റ്റ് ചെയ്തത്. വിവിധ ഇടങ്ങളിൽ നിന്ന് അവയവക്കടത്തിനായി നിരവധി പേരെ സംഘം ഇറാനിലേക്ക് കൊണ്ടുപോയതായുള്ള വിവരങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസി ശേഖരിച്ചിട്ടുണ്ട്. രാജ്യാന്തര റാക്കറ്റിലെ പ്രധാന ഏജന്റാണ് പിടിയിലായ സബിത്ത് എന്ന് പോലീസ് പറയുന്നു. കൊച്ചി സ്വദേശിയായ യുവാവിനെയും NIA കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സബിത് നാസറിനൊപ്പം താമസിച്ചിരുന്ന ചാവക്കാട് സ്വദേശിയെയും ചോദ്യം ചെയ്യുമെന്ന് അറിയുന്നു.